ഒരു സാധാരണ ഡോക്ടറല്ല അയാൾ. മനുഷ്യരെ മൃഗങ്ങളാക്കി മാറ്റുന്ന ഒരു സൈക്കോ. വഴിതെറ്റിയെത്തിയ 3 പേരെ ഒരൊറ്റ ശരീരമാക്കി മാറ്റാൻ അയാൾ ചെയ്ത ഭയാനകമായ ആ ശസ്ത്രക്രിയ കണ്ടാൽ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. എന്താണ് ഈ ഹ്യൂമൻ സെന്റിപ്പീഡ് പരീക്ഷണം? ഇവർക്ക് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ശ്വാസം അടക്കി പിടിച്ചു മാത്രം കേൾക്കേണ്ട ഈ സിനിമയുടെ കഥയിലേക്ക് നമുക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡോക്ടർ ജോസഫ് ഹൈറ്ററെയാണ്. അയാൾ തന്റെ മെഴ്സിഡസ് കാറിലിരുന്ന് ഒരു ഫോട്ടോ നോക്കുകയാണ്. ആ ഫോട്ടോയിൽ 3 പട്ടികളെ ഒന്നിനു പുറകെ ഒന്നായി വിചിത്രമായ രീതിയിൽ ചേർത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ട്രക്ക് വന്നു നിൽക്കുന്നത്. ആ ട്രക്കിന്റെ ഡ്രൈവർ പ്രാഥമിക ആവശ്യങ്ങൾക്കായി കാടിനുള്ളിലേക്ക് പോകുന്നത് കണ്ട ഹൈറ്റർ തന്റെ തോക്ക് അയാൾക്ക് നേരെ ഉന്നം വെക്കുന്നു. ഇതിനുശേഷം നമ്മൾ കാണുന്നത് ലിൻസെ, ജെനി എന്നീ 2 അമേരിക്കൻ യുവതികളെയാണ്. വിനോദയാത്രയ്ക്കായി ജർമ്മനിയിലെത്തിയതായിരുന്നു അവർ. അവിടെയുള്ള ഒരു ക്ലബ്ബിൽ നടക്കുന്ന പാർട്ടിയിൽ പങ്കെടുക്കാനായി ലിൻസെ ഫോണിൽ ലൊക്കേഷൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് ജർമ്മനിയിലെ വഴികളെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. അവർ ഒരു വാടക കാർ എടുത്ത് രാത്രിയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിക്കുന്നു. എന്നാൽ വഴിമധ്യേ അവർക്ക് വഴിതെറ്റുകയും വിജനമായ ഒരു കാടിനുള്ളിൽ അവർ അകപ്പെടുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവരുടെ കാറിന്റെ ടയർ പഞ്ചറായതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. മെക്കാനിക്കിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കാടിനുള്ളിൽ ഫോണിനൊട്ടും റേഞ്ച് കിട്ടിയിരുന്നില്ല. ആ വിജനമായ പാതയിൽ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ അവർ കാറിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വഴി ഒരു കാർ കടന്നു പോകുന്നത് കണ്ട് അവർ സഹായത്തിനായി കൈ കാണിച്ചു. എന്നാൽ അതിലുണ്ടായിരുന്നയാൾ അവരെ കണ്ട് അശ്ലീല ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങിയതോടെ അവർ ആകെ ഭയന്നുപോയി. ഒടുവിൽ ആ കാർ അവിടെ നിന്ന് പോയി. സഹായത്തിനായി മറ്റാരെങ്കിലും വിളിക്കാൻ അടുത്തുള്ള ഏതെങ്കിലും വീട് കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ അവർ ആ ഇരുട്ടത്ത് നടക്കാൻ തീരുമാനിച്ചു. സമയം ഒരുപാട് വൈകിയിരുന്നു. ആ ഇരുട്ടിൽ സഹായത്തിനായി അവർ കാട്ടിലൂടെ നടന്നു. പെട്ടെന്ന് ദൂരെ ഒരു വീട്ടിൽ വെളിച്ചം കണ്ട് അവർ അങ്ങോട്ടേക്ക് നീങ്ങി. അപ്പോഴാണ് ശക്തമായ മഴ പെയ്തു തുടങ്ങിയത്. ആകെ നനഞ്ഞു കുതിർന്ന അവർ ആ വീടിന്റെ വാതിലിൽ മുട്ടി. അകത്തുനിന്നും പ്രൊഫസർ ജോസഫ് ഹൈറ്റർ പുറത്തു വന്നു. തങ്ങൾ വഴിതെറ്റിയ കാര്യവും കാർ കേടായതും അവർ അയാളോട് പറഞ്ഞു. അവർ തനിച്ചാണെന്ന് കണ്ട് അയാൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ആ വീടിനുള്ളിലെ പെയിന്റിങ്ങുകളെല്ലാം തന്നെ വളരെ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. അത് കണ്ട് അവർക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നി. പ്രൊഫസർ അവരോട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ തങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് വിനോദയാത്രയ്ക്ക് വന്നതാണെന്ന് അവർ പറഞ്ഞു. സഹായത്തിനായി കാർ സർവീസുകാരെ വിളിക്കാമോ എന്ന് അവർ വീണ്ടും ചോദിച്ചെങ്കിലും അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവരെ തമ്മിൽ ബന്ധുക്കളാണോ എന്ന് ചോദിച്ചു. തങ്ങൾ സുഹൃത്തുക്കളാണെന്ന് അവർ മറുപടി പറഞ്ഞു. പിന്നീട് അവർക്ക് കുടിക്കാൻ വെള്ളമെടുക്കാനായി അയാൾ അടുക്കളയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് അയാൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ട ലിൻസെ കരുതിയത് അയാൾ സഹായത്തിനായി ആരെയോ വിളിക്കുകയാണെന്നാണ്. എന്നാൽ ക്രൂരനായ അയാൾ ആ വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തുകയായിരുന്നു. ലിൻസെ ആ വെള്ളം കുടിച്ചെങ്കിലും ജെനിയുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ഗ്ലാസ് താഴെ വീണുപോയി. ഇത് കണ്ട് പ്രൊഫസർ വല്ലാതെ ദേഷ്യപ്പെട്ടു. താഴെ വീണ വെള്ളം തുടയ്ക്കാൻ ടവലെടുക്കാനെന്ന വ്യാജേന അയാൾ ഉടൻ തന്നെ ബേസ്മെന്റിലേക്ക് പോയി. ബേസ്മെന്റിലെത്തിയ പ്രൊഫസർ ഒരു കുത്തിവെപ്പിനുള്ള മരുന്ന് തയ്യാറാക്കി മുകളിലേക്ക് വന്നു. അപ്പോഴേക്കും ലിൻസെ മയക്കുമരുന്നിന്റെ ഫലത്താൽ ബോധരഹിതയായി തുടങ്ങിയിരുന്നു. എന്നാൽ വെള്ളം കുടിക്കാത്തതിനാൽ ജെനിക്ക് ഒന്നും സംഭവിച്ചിരുന്നില്ല. അവൾ സഹായത്തിനായി വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും ക്രൂരനായ പ്രൊഫസർ അവൾക്ക് നേരെ തിരികെയും കഴുത്തിൽ ആ മരുന്ന് കുത്തിവെച്ച് അവളെയും ബോധം കെടുത്തുകയും ചെയ്തു. പിന്നീട് അവർ കണ്ണു തുറന്നപ്പോൾ ഒരു ലബോറട്ടറിയിൽ കട്ടിലിൽ കെട്ടിയിടപ്പെട്ട നിലയിലാണെന്ന് മനസ്സിലായി. അവർക്കൊപ്പം നേരത്തെ കണ്ട ആ ട്രക്ക് ഡ്രൈവറും അവിടെയുണ്ടായിരുന്നു. എന്നാൽ തന്റെ പരീക്ഷണത്തിന് അയാൾ അനുയോജ്യനല്ലെന്ന് പ്രഖ്യാപിച്ച പ്രൊഫസർ അയാളെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കി. തുടർന്ന് പ്രൊഫസർ ആ ഡ്രൈവർക്ക് പകരം കത്സൂറോ എന്ന ജാപ്പനീസ് യുവാവിനെ തട്ടിക്കൊണ്ടുവന്നു. ആ 3 പേരെയും ഒരുമിച്ച് കിടത്തിക്കൊണ്ട് തന്റെ ക്രൂരമായ പദ്ധതി അയാൾ വെളിപ്പെടുത്തി. താൻ സയാമീസ് ഇരട്ടകളെ വേർപെടുത്തുന്നതിൽ പ്രശസ്തനായ ഒരു സർജനായിരുന്നു എന്നും അയാൾ അവരോട് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ജീവനുള്ള വസ്തുക്കളെ തമ്മിൽ തുന്നിച്ചേർക്കാനാണ് അയാൾക്ക് താൽപ്പര്യം. മുൻപ് 3 നായികളെ ഇത്തരത്തിൽ ബന്ധിപ്പിച്ച തന്റെ പരീക്ഷണം വിജയിച്ചുവെന്നും ഇനി ആ 3 പേരെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു മനുഷ്യ പഴുതാരയെ നിർമ്മിക്കുമെന്നും അയാൾ അവരോട് വെളിപ്പെടുത്തി. അവരുടെ ശരീരഘടന തന്റെ പരീക്ഷണത്തിന് കൃത്യമായി ചേരുന്നതാണെന്ന് ക്രൂരമായ ചിരിയോടെ അയാൾ അവരോട് പറഞ്ഞു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ ആ 3 പേരും ആ ലബോറട്ടറിയിൽ കുടുങ്ങിപ്പോയി. പ്രൊഫസർ തന്റെ ക്രൂരമായ പദ്ധതി അവരോട് വിശദീകരിച്ചു. അവരുടെ കാലിലെ ഞരമ്പുകൾ മുറിച്ചു മാറ്റുന്നതിലൂടെ അവർക്ക് പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലെന്ന് അയാൾ പറഞ്ഞു. അതിനുശേഷം അവരുടെ പല്ലുകളും ചുണ്ടുകളും നീക്കം ചെയ്ത് ഒരാളുടെ വായ മറ്റൊരാളുടെ ശരീരത്തിന്റെ പിൻഭാഗവുമായി തുന്നിച്ചേർത്ത് ഇത്തരത്തിൽ 3 പേരെയും ഒരൊറ്റ ദഹന വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതിലൂടെ ഒന്നാമത്തെയാൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാത്ത അവശിഷ്ടമായി മറ്റുള്ളവരിലേക്ക് എത്തുന്ന ഭയാനകമായൊരവസ്ഥ അയാൾ വിവരിച്ചു. ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ ക്രൂരത തന്റെ ആദ്യ മനുഷ്യ പരീക്ഷണമായി ആ ഭ്രാന്തൻ ഡോക്ടർ നടപ്പിലാക്കി. ആദ്യം ആ ജാപ്പനീസ് യുവാവിനെ അയാൾ മയക്കി. ഭയന്ന് വിറച്ച ജെനി ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ഇതിനിടെ അതിസാഹസികമായി ലിൻസെ തന്റെ പല്ലുകൾ ഉപയോഗിച്ച് കെട്ടുകൾ അഴിച്ചുമാറ്റി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവളുടെ കൈകളിൽ കുത്തിവെച്ചിരുന്ന സൂചികൾ വലിച്ചൂരി രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായി അവൾ ഒരു മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. എന്നാൽ ക്രൂരനായ പ്രൊഫസർ ആ മുറിയുടെ ജനൽ തകർത്ത് അകത്ത് കടന്നതോടെ ലിൻസെ വീണ്ടും അവിടെ നിന്നും ഓടി. ഇരുട്ടിൽ വഴി കാണാതെ ഓടിയ അവൾ ഒടുവിൽ ആ വീടിന് പുറത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ വീണുപോയി. പ്രൊഫസർ തോക്കുമായി സ്വിമ്മിംഗ് പൂളിന് അരികിലെത്തിയെങ്കിലും പെട്ടെന്ന് വൈദ്യുതി നിലച്ചത് ലിൻസയ്ക്ക് തുണയായി.
ആ ഇരുട്ടിന്റെ മറവിൽ അവൾ വീണ്ടും ലബോറട്ടറിയിലേക്ക് ഓടിയെത്തി ബോധരഹിതയായി കിടക്കുന്ന ജെനിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. ജെനിയെ വലിച്ചിഴച്ച് പുറത്തെത്തിക്കാൻ നോക്കിയെങ്കിലും പ്രൊഫസർ അവിടെ പ്രത്യക്ഷപ്പെടുകയും ലിൻസയെ മയക്കുമരുന്ന് കുത്തിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. പിന്നീട് അയാൾ തന്റെ ഭയാനകമായ ശസ്ത്രക്രിയ ആരംഭിച്ചു. ആദ്യം അവരുടെ കാലിലെ ഞരമ്പുകൾ മുറിച്ചുമാറ്റി അവരെ ചലനശേഷിയുള്ളവരാക്കി. തുടർന്ന് പല്ലുകൾ നീക്കം ചെയ്യുകയും ശരീരത്തിൽ ശസ്ത്രക്രിയയ്ക്കുള്ള അടയാളങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ക്രൂരമായ പ്രക്രിയയിലൂടെ അവരുടെ ശരീരഭാഗങ്ങൾ തമ്മിൽ തുന്നിച്ചേർത്ത് അയാൾ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്റെ പരീക്ഷണം വിജയിച്ചതിന്റെ ആഹ്ലാദത്തിൽ പ്രൊഫസർ മദ്യം നുണയുമ്പോൾ അയാൾക്ക് മുന്നിൽ ആ 3 മനുഷ്യരും ചേർന്ന മനുഷ്യ പഴുതാര തറയിൽ കിടന്നുണ്ടായിരുന്നു. അവരുടെ മുറിവുകൾ പോലും ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ആ ക്രൂരൻ അവരെ ചലിപ്പിക്കാൻ നിർബന്ധിച്ചു. ആ നിലയിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് ആ ജാപ്പനീസ് യുവാവായിരുന്നു. വിറയ്ക്കുന്ന കൈകാലുകളുമായി ആ 3 മനുഷ്യജീവനുകൾ ആ ഭ്രാന്തൻ ഡോക്ടറുടെ മുന്നിൽ അട്ടയാഴത്തിൽ നിസ്സഹായരായി നിലകൊണ്ടു. ആ ഭയങ്കരമായ മനുഷ്യച്ചങ്ങലയിൽ നടുവിൽ ലിൻസയും ഏറ്റവും ഒടുവിൽ വാലായി ജെനിയുമാണുണ്ടായിരുന്നത്. അസഹനീയമായ വേദന അനുഭവിക്കുന്ന അവരെ നോക്കി ക്രൂരനായ പ്രൊഫസർ ആസ്വദിക്കുകയും അവരുടെ ചിത്രങ്ങൾ പകർത്തി ഭ്രാന്തമായ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. കണ്ണാടിയിൽ സ്വന്തം വിചിത്ര രൂപം കണ്ട അവർ അട്ടയാഴത്തിൽ ഭയക്കുകയും നിലവിളിക്കുകയും ചെയ്തു. അവരെ ഇരുമ്പുകൂടുകളിൽ അടച്ച അയാൾ മൃഗങ്ങളെ പോലെയാണ് അവരോട് പെരുമാറിയത്. വരിയിൽ ആദ്യം നിന്നിരുന്ന കത്സൂറോയ്ക്ക് ഒരു പട്ടിക്കെന്ന പോലെയാണ് അയാൾ ഭക്ഷണം നൽകിയിരുന്നത്. ആ പരീക്ഷണത്തിലെ ഏറ്റവും ഭയങ്കരമായ കാര്യം, വരിയിൽ ആദ്യം നിൽക്കുന്ന വ്യക്തി വിസർജിക്കുമ്പോൾ അത് നേരിട്ട് രണ്ടാമത്തെ ആളുടെ ദഹന വ്യവസ്ഥയിലേക്ക് എത്തുന്നു എന്നതാണ്. നിർബന്ധിതമായി ഇത് സ്വീകരിക്കേണ്ടി വന്ന ലിൻസയുടെ നില അതീവ ഗുരുതരമായി പോയി. അവളുടെ ശരീരം ആ മാലിന്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ തളർന്നു പോകുകയായിരുന്നു. വരിയിൽ അവസാനമായിരുന്ന ജെനിക്കാവട്ടെ യാതൊരു വിധത്തിലുള്ള പോഷകങ്ങളും ലഭിക്കാതെ അവൾ മരണാസന്നയായിത്തീർന്നു. തന്റെ പരീക്ഷണം പരാജയപ്പെടുമോ എന്ന് ഭയപ്പെട്ട പ്രൊഫസർ ജെനിയെ മാറ്റി മറ്റൊരു സബ്ജക്റ്റിനെ കണ്ടെത്താൻ ആലോചിക്കുമ്പോഴാണ് പുറത്ത് പോലീസ് എത്തിയത്. പെൺകുട്ടികളുടെ കാർ ആ വീടിന് സമീപം കണ്ടതിന്റെ തുടർന്നാണ് കാണാതായ അവരെ അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. തന്റെ ക്രൂരതകൾ പുറം ലോകം അറിയുമോ എന്ന ഭീതിയിലായി പ്രൊഫസർ. പോലീസുകാരോട് താൻ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ഡോക്ടറാണെന്നും ആ പെൺകുട്ടികളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും ഹൈറ്റർ കള്ളം പറഞ്ഞു. അവർക്ക് കുടിക്കാൻ വെള്ളം നൽകാമെന്ന് പറഞ്ഞ് അതിൽ മയക്കുമരുന്ന് കലർത്താൻ അയാൾ ശ്രമിച്ചെങ്കിലും പോലീസുകാർക്ക് അയാളുടെ പെരുമാറ്റത്തിൽ വലിയ സംശയം തോന്നി. കാണാതായ ട്രക്ക് ഡ്രൈവറുടെ വണ്ടിക്കടുത്ത് അയാളുടെ കാർ കണ്ട കാര്യവും ഈ വീട്ടിൽ നിന്ന് പെൺകുട്ടികളുടെ നിലവിളി കേട്ടതായും അയാളോട് വെളിപ്പെടുത്തി. ഇത് കേട്ട് പ്രകോപിതനായ അയാൾ അവരെ വെള്ളം കുടിക്കാൻ നിർബന്ധിച്ചെങ്കിലും അവർ ഗ്ലാസ് തട്ടിമാറ്റി. പഴയതുപോലെ ടവലെടുക്കാനെന്ന വ്യാജേന ബേസ്മെന്റിൽ പോയി അവരെ മയക്കാനുള്ള കുത്തിവെപ്പ് മരുന്നെടുക്കാൻ അയാൾ ശ്രമിച്ചെങ്കിലും പോലീസുകാർ അത് തടഞ്ഞു. സെർച്ച് വാറന്റ് ഇല്ലാതെ പരിശോധന നടത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് താൽക്കാലികമായി അവിടെ നിന്ന് പോയതോടെ അയാൾ ലബോറട്ടറിയിലേക്ക് ഓടിയെത്തി. എന്നാൽ അവിടെ തന്നെ മനുഷ്യ പഴുതാരയെ കാണാനില്ലെന്ന് അയാൾ അമ്പരന്നു. അവർ ഒഴിച്ചിരുന്ന് അയാളെ ആക്രമിച്ചു. കത്സൂറോ ഒരു ശസ്ത്രക്രിയാ കത്തി ഉപയോഗിച്ച് പ്രൊഫസറുടെ വയറ്റിൽ കുത്തുകയും അയാളുടെ കഴുത്തിൽ കടിച്ചു പരിക്കേൽക്കുകയും ചെയ്തു. രക്തം വാർന്ന് പ്രൊഫസർ തറയിൽ വീണു. ആ അവസരം മുതലാക്കി ആ 3 പേരും എങ്ങനെയെങ്കിലും മുകളിലെത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ശസ്ത്രക്രിയ ചെയ്ത അവരുടെ അവശമായ ശരീരങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല. ശസ്ത്രക്രിയ ചെയ്ത ഭാഗങ്ങളിൽ നിന്ന് അതിശക്തമായി രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. വേദന കടിച്ചമർത്തി അവർ എങ്ങനെയൊക്കെയോ മുകളിലത്തെ നിലയിലേക്ക് പിച്ചവെച്ച് കയറി. എന്നാൽ ക്രൂരനായ പ്രൊഫസർ അവരെ പിന്തുടരുകയും പടികളിൽ വീണുകിടന്ന അവരുടെ രക്തം നക്കിക്കുടിക്കുകയും ചെയ്യുന്ന ഭയാനകമായ കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇതിനിടെ കത്സൂറോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് തകർത്തു. പ്രൊഫസർ അവിടെ എത്തിയപ്പോഴേക്കും ആ ചില്ലുകഷ്ണം ഉപയോഗിച്ച് കത്സൂറോ സ്വന്തം കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു. അവൻ മരിച്ചതോടെ ആ മനുഷ്യച്ചങ്ങലം മുറിഞ്ഞു. ഇതേസമയം സെർച്ച് വാറണ്ടുമായി പോലീസ് വീണ്ടും അവിടെ എത്തി. അവർ ലാബിൽ പരിശോധന നടത്തിയെങ്കിലും ആദ്യം ആരെയും കണ്ടില്ല. അപ്പോഴേക്കും നേരത്തെ കുടിച്ച മയക്കുമരുന്നിന്റെ ഫലത്താൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബോധരഹിതനായി തുടങ്ങിയിരുന്നു. രണ്ടാമത്തെ ഓഫീസർ വീടിനുള്ളിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ തുന്നിച്ചേർക്കപ്പെട്ട ആ വിചിത്ര രൂപത്തെ കണ്ടെത്തി. അയാൾ ഉടൻ തന്നെ സ്വിമ്മിംഗ് പൂളിനരികിലിരുന്ന പ്രൊഫസറെ പിടികൂടാൻ അങ്ങോട്ടേക്ക് നീങ്ങി. എന്നാൽ അവിടെ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു. അവശേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും പ്രൊഫസറും തമ്മിൽ അവിടെ വെച്ച് വെടിവെപ്പുണ്ടാവുകയും 2 പേരും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ആ ഭ്രാന്തൻ ഡോക്ടറുടെ ക്രൂരമായ പരീക്ഷണത്തിന് അന്ത്യമായി. എന്നാൽ ഇരകളുടെ അവസ്ഥ അതീവ ദയനീയമായിരുന്നു. കത്സൂറോ നേരത്തെ തന്നെ മരിച്ചു. പോഷകാഹാരം ലഭിക്കാതെ വരിയിൽ അവസാനമുണ്ടായിരുന്ന ജെനിയും അല്പസമയത്തിനുള്ളിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. സിനിമയുടെ അവസാനം മരിച്ചുപോയ 2 പേർക്കിടയിൽ ജീവനോടെ എന്നാൽ എങ്ങോട്ടും പോകാൻ കഴിയാതെ നിസ്സഹായയായി കരയുന്ന ലിൻസയെ നമുക്ക് കാണാൻ കഴിയും. ഒരു ഭ്രാന്തൻ ഡോക്ടറുടെ വിചിത്രവും അറുപ്പുളവാക്കുന്നതുമായ പരീക്ഷണം 3 ജീവനുകളെ ഇല്ലാതാക്കി എന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ശരിക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.